ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കാണിക്കുന്നത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ഡോണറ്റ്സിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കണം. അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിന, ഒണിയൻ പൗഡർ, ചില്ലി പൗഡർ, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഷ്രെഡഡ് ചീസ്, പിന്നെ ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടി അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. ഇത് നല്ലപോലെ മിക്സാക്കി ഒരു മാവ് പരുവത്തിലായി വരുമ്പോൾ നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഇനി അത് ഒരു ഡോണറ്റ്സിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ഞാനിപ്പോൾ ഒരു കുപ്പിയുടെ അടപ്പിൽ വെച്ചിട്ടാണ് ഷേപ്പാക്കി എടുക്കുന്നത്. എന്നിട്ട് നടുവിൽ ഒരു ഹോളിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുപ്പിയുടെ അടപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് എല്ലാ ഡോണറ്റ്സിനും ഒരേ ഷേപ്പ് ഒരേ വലുപ്പവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ ബാക്കിയുള്ള മാവും കൂടിയും ഡോണറ്റ്സിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം കോഴിമുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്യുക. ശേഷം ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതിനെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇതിൻ്റെ പുറത്തുള്ള ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഡോണറ്റ്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡോണറ്റ്സ് കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഇതേപോലെ ആദ്യം മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്യുക. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ ഡോണറ്റ്സിൻ്റെ റെസിപ്പി. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.